മോനെ പുറത്തന്നെ മുട്ടുകുത്തി നിർത്തിയെന്ന് ഒരു ക്ലാസ് ഒരു പീരീഡ് മൊത്തം. ചോദിക്കുമ്പോ ആള് ഒന്നുമില്ല, എന്തെങ്കിലും സ്കൂളിൽ പ്രശ്നങ്ങൾ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ തുറന്നു അല്ലാണ്ടൊന്നും പറയില്ല. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ സ്കൂളിലേക്ക് വിളിക്കുമെന്ന് പേടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല, കരഞ്ഞും കൊണ്ടൊക്കെ വരും ചില ദിവസങ്ങളില്. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാണ്. വിദ്യാർത്ഥി സംഘടനകൾ സമരം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ആടിക്കത്തുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ വിദ്യാലയത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ചാനലിന്റെ പ്രേക്ഷകരോട് പ്രതികരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം വിവിധ കോണുകളിൽ നിന്ന്, സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ വിദ്യാർത്ഥികൾക്കുണ്ടായ അനുഭവം? എന്താണ് കാര്യങ്ങൾ, ഒന്ന് വിശദീകരിക്കാം. തേജസ് അനുഭവിച്ച അതേ സിറ്റുവേഷൻ കൂടെ തന്നെയാണ് എൻ്റെ മോനും കടന്നു പോയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഒരു വർഷത്തോളായിട്ട്. അതിന് മുന്നേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ സ്കൂളിന്റെ ഭാഗത്തുനിന്നോ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. LKG മുതൽ മോൻ അവിടെ തന്നെയാണ് പഠിക്കുന്നത്. LKG UKG അക്കാദമിക ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ തന്നെ പോയിരുന്നു. പിന്നീട് അങ്ങോട്ട് വരുന്ന സമയത്തൊന്നും നമുക്ക് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നൊന്നും ഒരു പോസിറ്റീവ് ഒന്നും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്നുപോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന്. അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം എപ്പോഴും പ്രധാനമാണല്ലോ. PTA മീറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഒരു വിദ്യാലയത്തിൽ നടക്കാറുണ്ടായിരുന്നു. PTA മീറ്റിംഗ് ആകെ നമുക്ക് ഉണ്ടാവുക ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു പ്രോഗ്രസ് കാർഡിന്റെ ഒരു അത് ക്ലാസ് PTA മാത്രമായിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഉണ്ടാകുന്നത് ജനറൽ PTA ആണ് ഉണ്ടാവുക. അത് അവര് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ ജനറൽ എന്താ വെച്ചാൽ അത് ടീച്ചേഴ്സ് അവിടുന്ന് അവർ പറയും, നമ്മളത് കേട്ടിരിക്കുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും അപൂർവങ്ങളായിട്ട് മാത്രമേ ഉള്ളൂ. അല്ല പല ഏതെങ്കിലും ഒരു പാരന്റ്സോ എന്തെങ്കിലുമൊക്കെ നീച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നല്ലാതെ കൂടുതലായിട്ടൊരു PTA ഭയങ്കര ഒരു ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് കഴിയില്ല. ഇപ്പൊ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് മോളുടെ സ്കൂളത്തെ PTA പ്രസിഡന്റ് ആണ് ഹസ്ബൻഡ്. ഞാൻ അവിടുത്തെ PTA എക്സിക്യൂട്ടീവ് മെമ്പറും ആണ്. നമുക്കറിയാം ഒരു PTA എന്തൊക്കെ ചെയ്തുള്ളത് നമുക്കറിയാം. രണ്ട് മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ധ്രുവത്തിൽ നിൽക്കണ പോലെയാണ് ഇപ്പൊ തോന്നിയത്. കാരണം അത് സ്കൂളിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം തന്നെയായിരുന്നു. സ്കൂളിലെ PTA എക്സിക്യൂട്ടീവ് ആണ് ഞങ്ങൾ രണ്ടുപേരും. മോന്റെ സ്കൂളിലാണെന്ന് വെച്ചാല് നമ്മളെപ്പോഴും ചെല്ലുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ ചെല്ലണത്. ഒരു വിളിച്ചു പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ പറയാൻ മാത്രമേ ടീച്ചേഴ്സിന്റെ കോൾ അവിടുന്ന് വരാറുള്ളൂ. എപ്പോഴും ഒരുപാട് തവണ വിളിക്കുക. അത് കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അതിനവരെ ഭയങ്കര പെരുപ്പിച്ച് സ്കൂൾ ഓഫീസിലേക്ക് എത്തിക്കും കാര്യങ്ങൾ. അതും കഴിഞ്ഞാൽ അവർ PTA ഭയങ്കര പ്രശ്നമാക്കണം. ഈ പ്രശ്നങ്ങൾക്ക് വെക്കാൻ വേണ്ടി മാത്രം അവർ PTA എക്സിക്യൂട്ടീവ് യോഗം അങ്ങനെയൊക്കെ ചേരും. അല്ലാതെ പൊതുവായിട്ടുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയാനോ എന്തെങ്കിലും ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ വേണ്ടിയിട്ടൊന്നും PTA എക്സിക്യൂട്ടീവ് ചേരണത് ഇതുവരെ 8 വർഷത്തോളായിട്ട് പോലും ഞാൻ ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു PTA എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. വിദ്യാലയത്തിൽ ഉണ്ടാകുന്ന മോശം അനുഭവങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികൾ നിങ്ങളോട് സംസാരിക്കാറുണ്ടായിരുന്നു? സംസാരിക്കലുണ്ട്. ഇപ്പൊ സ്കൂളൊക്കെ വിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അധിക ദിവസങ്ങളിൽ ഒരു മൂടിയായിട്ടൊക്കെയാണ് വരിക. ഒരു ഉഷാറും ഉണ്ടാവില്ല സ്കൂളിൽ തിരിച്ചു വരുമ്പോ. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോ ആള് ഒന്നുമില്ല, എന്തെങ്കിലും സ്കൂളിൽ പ്രശ്നങ്ങൾ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ തുറന്നു അല്ലാണ്ടൊന്നും പറയില്ല. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ സ്കൂളിലേക്ക് വിളിക്കുമെന്ന് പേടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല, കരഞ്ഞും കൊണ്ടൊക്കെ വരും ചില ദിവസങ്ങളിൽ. അപ്പൊ കരഞ്ഞിട്ടൊക്കെ വരുമ്പോ ആൾക്കുള്ളിന്ന് ഇങ്ങോട്ട് വരില്ല. എന്താണ് അത്രയും സങ്കടത്തിലാണ് പറയാ, ടീച്ചർ എന്നെ അങ്ങനെ കാണിച്ചു, ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നിട്ടും എന്നെ അങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ ഒരു ഇതൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളോട് വരുമ്പോ ഒക്കെ നമ്മളൊക്കെ ടീച്ചർമാരെ അങ്ങനത്തെ ചില ടീച്ചർമാർ അങ്ങനെയോ അതൊക്കെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ സമാധാനിപ്പിക്കും. പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇങ്ങനെ ചെയ്തു വരുമ്പോ ഒരു തവണ ഞാൻ സ്കൂളിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ഒഴിഞ്ഞു മാറി പോവാണ് ടീച്ചർമാര് ചെയ്യല്. അല്ലെങ്കിൽ നമ്മളൊന്ന് സമാധാനിപ്പിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ശരിയാക്കാന്നോ അല്ലെങ്കിൽ കുട്ടീന്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവുള്ള കാര്യങ്ങൾ പറയുകയൊന്നും ചെയ്യില്ല. അവൻ അങ്ങനെ തന്നെയാണ്, അവൻ ശരിയാവില്ല, അതെന്താ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ഒഴിഞ്ഞു മാറിയിട്ട് അങ്ങോട്ട് പോകും. നിങ്ങളുടെ മകനെ മറ്റൊരിടത്തേക്ക് മാറ്റാൻ വിദ്യാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ മോശം അനുഭവം എന്തായിരുന്നു? അത് ഇതേപോലെ തന്നെ വളരെ ചെറിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് തമ്മിലുള്ള കൂടെയുള്ള ഒരു ചെറിയൊരു അങ്ങോട്ടുള്ള ചെറിയൊരു അടിപിടി. അതായത് നമുക്ക് അത്രയും കുഞ്ഞു കാര്യം പോലെ തോന്നിക്കുന്ന ഒരു കാര്യം അവരുടെ ഇത് പ്രിൻസിപ്പളിന്റെ അടുത്ത് കൊണ്ടുപോവുകയും പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായ രീതിയിൽ സംസാരങ്ങൾ, അതായത് അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലും പിന്നെ നമ്മുടെ കുട്ടീനെ അത്രയും ക്രിമിനൽ എന്ന് വരെ ഉള്ള വാക്കുകൾ ഉപയോഗിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് നമുക്കത് അവിടെ കൂടുതൽ കുട്ടീനെ അവിടെ നിർത്താനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ അപ്പം തന്നെ ഞാനത് പറഞ്ഞാണ്, ഇങ്ങനെ കുട്ടി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ TC തന്നു പറഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ സംസാരിച്ച് TCയുടെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം എക്സാമിന് ഏകദേശം ഒരു മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എക്സാം എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞു. അതുവരെ ഇപ്പോൾ സ്കൂളിലേക്ക് വേറെ ഡിവിഷനിലേക്ക് മാറ്റുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നും നമ്മുടെ കുട്ടിക്ക് താങ്ങാൻ കഴിയാത്ത പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ ഒരു മാസം സ്കൂളിലേക്ക് വിട്ടില്ല. പിന്നെ ഞാൻ എക്സാമിൻ്റെ കാര്യങ്ങൾ മാത്രമേ ചെയ്തു. എക്സാം കഴിയുന്നതോടുകൂടി നമ്മൾ സ്കൂൾ മാറ്റുകയും ചെയ്തു.
ഒരു വർഷം മുമ്പാണ് ഇപ്പൊ സംഭവം ഉണ്ടായത്. ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം മരണപ്പെട്ട തേജസിന്റെ സുഹൃത്ത് കൂടെയുണ്ട്. മോനെ, എങ്ങനെയായിരുന്നു വിദ്യാലയത്തിലെ അധ്യാപകരുടെ ഇടപെടൽ? നിങ്ങളോട് വളരെ മോശമായിട്ടാണോ ടീച്ചേഴ്സ് ഒക്കെ പെരുമാറുള്ളത്? എന്നോട് കുഴപ്പമില്ല, പക്ഷെ തേജസിനോട് ചെറുതായിട്ടൊരു വൈരാഗ്യമുള്ള മാതിരി കാട്ടിയിരുന്നു. ഒരു കാണിക്കലുണ്ടായിരുന്നു. അങ്ങനെ തേജസിന്റെ ഇടയ്ക്ക് പുറത്ത് നിർത്തുക, പിന്നെ വെറുതെ ചെയ്യാത്ത കുറ്റത്തിന് തല്ലുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അതെന്തോ ഓൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണത്. പക്ഷെ ഓനെ പുറത്തന്നെ മുട്ടുകുത്തി നിർത്തിയിരുന്നു ഒരു ക്ലാസ്, ഒരു പീരീഡ് മൊത്തം. അധ്യാപകര് പ്രധാനമായും തേജസിനോട് മാത്രമാണോ ഇത്തരം പെരുമാറ്റം ഉണ്ടായിരുന്നത്? അല്ല, അവർക്ക് കുറച്ച് കുട്ടികളോട് ഇങ്ങനെ ഉണ്ട്, ചില കുട്ടികളോടില്ല. ഒരു കൂട്ടം കുട്ടികളോട് ഇങ്ങനെ ഉണ്ട്, ചില ടീച്ചർമാർക്ക്. എല്ലാ ടീച്ചർമാർക്കും ഇല്ല. അതിന് കാരണം എന്താ? എനിക്കറിയില്ല, ഓരോ സ്വഭാവം. ക്ലാസ്സിലെ ആൺകുട്ടികളോട് മാത്രം ടീച്ചർക്ക് ഒരു പ്രത്യേക വെറുപ്പുണ്ടായിരുന്നു എന്നൊരു സംസാരമുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? ഉണ്ടായിരുന്നു. ഗേൾസ് ചിലപ്പോ കുറ്റം ചെയ്താലൊന്നും ഓരോന്നും ചെയ്യൊന്നുമില്ല. ചിലപ്പോ ബോയ്സ് പക്ഷെ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ ചിലപ്പോ തല്ലുകയും പുറത്തെടുത്തുകയും നിലത്തിരുത്തൊക്കെ ചെയ്തിരുന്നു. തേജസിന്റെ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപകരുടെ സംസാരത്തിൽ ഒരു വ്യക്തതയില്ല. മോന് തേജസിനോടൊപ്പം പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു? ഞാന് ഓന്റെ അതേ ക്ലാസ്സിലായിരുന്നു പരീക്ഷ എഴുതിയിരുന്നത്. കൂടെ ഒരു 10 പേരൊക്കെ ഉണ്ടായിരുന്നു. ഓന്റെ ഇവിടെ വീട്ടിന്റെ അടുത്തുള്ള കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു പരീക്ഷ എഴുതാൻ. പരീക്ഷയുടെ അന്ന് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിരുന്നു? പരീക്ഷയുടെ അന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോണ്ട് പോയിരുന്നു, ഞങ്ങക്ക് തന്നിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പർ. ഒരാൾ മേടിച്ചു കൊണ്ടുപോയി പരീക്ഷ കഴിഞ്ഞപ്പോഴും. ഇല്ലല്ല, ഞങ്ങൾ പുറത്തുനിന്ന് ഒരു മിസ് വന്നു, ഓര് പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കണ്ട, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ മിസ് വന്നിട്ട് എടുത്തോണ്ട് പോയി. സാധാരണ ആയിക്കൊണ്ട് എല്ലാ എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ അധ്യാപകർ ഇതുപോലെ കൊണ്ടുപോകാറുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രമായിരുന്നു? ഈ പരീക്ഷയ്ക്ക് മാത്രമായിരുന്നു. വേറെ ഒക്കെ ഞങ്ങള് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റീടെസ്റ്റ് MSCക്ക് മാത്രമായിരുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചെടുത്തോണ്ട് പോയി. തേജസ് ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു? ബ്രില്യന്റ് സ്റ്റുഡന്റ് ആയിരുന്നു. എങ്ങനെയായിരുന്നു തേജസ് പൊതുവെ ക്ലാസ്സിൽ നിങ്ങളോടൊക്കെ ഉള്ള പെരുമാറ്റം? തേജസിന് കുറച്ച് വികൃതിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പഠിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ക്ലാസ് ഒക്കെ നല്ല കേട്ടൊക്കെ ഇരുന്നിരുന്നു. വികൃതി ഉണ്ടായിരുന്നെങ്കിലും ക്ലാസ്സിലൊന്നും അങ്ങനെ, ക്ലാസ് എടുക്കുമ്പോഴൊന്നും അങ്ങനെ ഒന്നും കാട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവൻ നല്ല പഠിച്ചെഴുതിയാലും ഒരു പറയാ കോപ്പി അടിച്ചു എന്നാണ്. കുറെ കുട്ടികളോട് തേജസിനോടൊക്കെ അങ്ങനെ ഉണ്ട്, നല്ല ഉണ്ടായിരുന്നു. സ്കൂളിനെതിരെ ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. നമ്മളോടൊപ്പം TC വാങ്ങാൻ തയ്യാറാകുന്ന കുട്ടിയുടെ രക്ഷിതാവ് കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഒരുപാട് പേര് വിമർശനമായി ഈ രംഗത്ത് തുറന്നു പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾ TC മേടിക്കാനുള്ള പ്രധാന കാരണം? ഞാന് മോളെ എന്തായാലും ഈ വർഷം മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ ഈ ഒരു ഇഷ്യൂവും കൂടെ ഉണ്ടായപ്പോ പിന്നെ എന്തിനാ നമ്മള് എന്താ പറയാ പൈസ കൊടുത്തിട്ട് കടിക്കണ പട്ടീനെ വാങ്ങണ അവസ്ഥയല്ലേ. ആ ഒരു അവസ്ഥയ്ക്ക് എന്തിനാ മക്കളെ തള്ളിവിടണമെന്ന് വെച്ചിട്ടാണ് ഞാൻ മോളെ അവിടെ നിന്ന് TCക്ക് അപ്ലൈ ചെയ്തത്. പിന്നെ എന്റെ ഏറ്റവും വലിയൊരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് അവരിത് ഗ്രൂപ്പിലൊന്നും ഇൻഫോം ചെയ്തില്ല എന്നുള്ളതാണ്. ഒരു സ്കൂൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിൽ ഇട്ടാൽ അത് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഗ്രൂപ്പിൽ അവരതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അന്വേഷിച്ചപ്പോ രാവിലെ തന്നെ മിക്കവാറും എല്ലാ ടീച്ചേഴ്സ് ഈ സംഭവം അറിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അവരത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തില്ല? അപ്പൊ അവരുടെ കയ്യിൽ എന്തോ ഒരു തെറ്റുള്ളത് കൊണ്ടാണ് അവരത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഇത് അറിഞ്ഞിട്ട് ഇന്നലെയോ മിനിഞ്ഞാന്നും എന്റെ സ്റ്റാറ്റസും സ്റ്റോറീസും കണ്ടിട്ട് ഒരുപാട് പാരന്റ്സ് വിളിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ചോദിക്കുന്നതാണ്, ഇത് ഞങ്ങൾ ആരും ഇത് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാ അറിയാ? നമുക്കിപ്പോ എല്ലാരെയും വിളിച്ചിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഗ്രൂപ്പിൽ എന്തെങ്കിലും ഷെയർ ചെയ്താലല്ലേ ഇത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അവര് ചോദിക്കുക, അതെന്തേ അവര് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാന്ന്. എല്ലാ പാരന്റ്സും അതാ ചോദിക്കണേ. എന്തോ ഒരു ഇതിൽ മറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണല്ലോ അവര് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാത്തതെന്നല്ല അവരെല്ലാവരും ചോദിക്കുന്നത്. നമ്മളോടൊപ്പം ഗുരുതര ആരോപണവുമായിക്കൊണ്ട് നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. പലരും ഇപ്പോഴാണ് കാര്യങ്ങൾ തുറന്നു പറയുന്നത്. എന്താണ് നിങ്ങൾക്കുണ്ടായ മോശാനുഭവം? സ്കൂളിലെ മോശാനുഭവത്തെക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത് ഈ കുട്ടിയുടെ കാര്യം തന്നെയാണ്. ഒന്നാമത്, ഈ കുട്ടിയുടെ മരണം നടന്നത് മെയ് 2-നാണ്. മെയ് 2-ന് ആ മരണം നടന്നിട്ട് ഒരു തവണ പോലും സ്കൂളിൽ നിന്ന് ഒരു ഗ്രൂപ്പിലേക്കും ഒരു മെസ്സേജ് കുട്ടി മരിച്ചു എന്ന് പറയുന്ന ഒരു മെസ്സേജും സ്കൂൾ ഗ്രൂപ്പുകളിൽ വന്നിട്ടില്ല. ഞങ്ങൾ രക്ഷിതാക്കൾ ആരും ഈ ഒരു വിവരം അറിഞ്ഞിട്ടില്ല. പുറത്ത് മീഡിയകള്, ന്യൂസ്, അതിന് ചൊല്ലിയുള്ള സമരങ്ങള്, മറ്റു വഴക്കുകളൊക്കെ നടക്കുമ്പോഴാണ് എന്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ ഇത്രയും വലിയൊരു വിപ്ലവം, ഇത്രയും വലിയൊരു മരണം നടന്നു എന്നറിയുന്നത്. അത് മാത്രമല്ല, ആ കുഞ്ഞ് മോന്റെ സ്കൂളിൽ മോനോടൊപ്പം പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ്. പുറത്തെ മീഡിയാസിലൂടെ ഞങ്ങൾക്കൊക്കെ അറിയേണ്ടി വരികയാണ് ഈ സ്കൂളിലെ ഒരു കുട്ടി മരിച്ചു. സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെയാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. സ്കൂളിന്റെ പേരിൽ ഗുരുതര ആരോപണം വന്നിട്ട് പോലും ഇന്ന് വരെ സ്കൂൾ അധികൃതർ
രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുന്നതിനോ ഒരു ക്ലാരിഫിക്കേഷൻ നൽകുന്നതിനോ ഈവൻ മറ്റെല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്യുന്ന അവര് സ്കൂളിനെ സംബന്ധിക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള സ്കൂളുമായിട്ട് ബന്ധമില്ലാത്ത പോസ്റ്റുകൾ പോലും ഷെയർ ചെയ്യാൻ മടി കാണിക്കാത്ത സ്കൂൾ അധികൃതർ ആ കുട്ടി മരിച്ചിട്ട് ഒരു ആദരാഞ്ജലി പോസ്റ്റ് പോലും ഇട്ടില്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു ദുരനുഭവമാണ്. ഇന്ന് ഈ കുഞ്ഞിന് സംഭവിച്ചത് നാളെ നമ്മുടെ മക്കൾക്ക് സംഭവിക്കുമോ എന്ന പേടിയാണ് ഞങ്ങൾക്കുള്ളത്. എന്ത് വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇനി ഞങ്ങളുടെ മക്കളെ നിങ്ങളുടെ സ്കൂളിലേക്ക് അയക്കേണ്ടത് എന്നൊരു ചോദ്യം പ്രസന്റേഷനോട് ചോദിക്കാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രസന്റേഷനിൽ നിന്ന് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ടോർച്ചറിങ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ചില അധ്യാപകരുടെ കാര്യത്തിൽ വളരെ മോശമായ അഭിപ്രായം എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പ്രസന്റേഷന്റെ കാര്യത്തിൽ പറയാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിക്ക് ടോർച്ചറിങ് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ആ കുട്ടിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നീതി ലഭിക്കാൻ സ്കൂൾ അധികൃതർ ബന്ധപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടതുമായിരുന്നു. എന്തായാലും സ്കൂളിന്റെ വിശ്വാസം ഞങ്ങളിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. സ്കൂളിലേക്ക് തുടരാൻ കുട്ടികൾക്ക് പോലും വരാൻ ഭയമായിരിക്കുന്നു. ഇന്ന് സ്കൂളിനെ വിദ്യാർത്ഥികൾ കാണുന്നത് ക്രിമിനലുകളെ അടയ്ക്കുന്ന ജയിലിന് തുല്യമായിട്ടാണ്. അത്രയും ഭയാനകമായ അന്തരീക്ഷം എന്തുകൊണ്ട് പ്രസന്റേഷൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സൃഷ്ടിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും പുനർവിചിന്തനം നടത്തേണ്ടതാണ് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഇത് തന്നെയാണ് പറയാനുള്ളത്. കാരണം അത്ര വേദനയോട് കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. ആ ഒരു വേദനയോട് കൂടെ അറിഞ്ഞിട്ട് എൻ്റെ മോന്റെ കൂടെ ഏകദേശം 10 വർഷത്തോളം പഠിച്ച ഒരു കുട്ടി ഒരു സുപ്രഭാതത്തിൽ മരിച്ചിട്ട് സ്കൂളിൽ നിന്നല്ല ഞങ്ങൾ ആ വിവരം അറിഞ്ഞത് എന്ന് പറയുന്നത് ഹൃദയഭേദകമാണ്. നാളെ ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപിക കൂടിയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും സഹപ്രവർത്തകരും അറിയേണ്ടത് ആ സ്കൂൾ ഗ്രൂപ്പിലൂടെ, ആ കോളേജ് ഗ്രൂപ്പിലൂടെയൊക്കെയാണ്. വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന നല്ലൊരു അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപികയാണ് ഞാൻ. ആ അഡ്മിനിസ്ട്രേഷൻ കണ്ടിട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സഹതാപം തോന്നുന്നു പ്രസന്റേഷനോട്. ഞാൻ വർക്ക് ചെയ്യുന്നത് പുത്തനങ്ങാടി സെന്റ് മേരീസ് സ്കൂളിലാണ്. അവിടെയും ഒരു CBSE സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട്, സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം. വളരെ നല്ല രീതിയിൽ, കരുത്തുറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും സഹതാപം തോന്നുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ. വിദ്യാലയത്തിലെ എല്ലാ അധ്യാപകരും ഒരുപോലെയാണോ വിദ്യാർത്ഥികളോട് ഇടപെടുന്നത്, അല്ലെങ്കിൽ ചില അധ്യാപകർ മാത്രമാണോ വളരെ മോശമായി വിദ്യാർത്ഥികളോട് പെരുമാറുന്നത്? എല്ലാ അധ്യാപകരും ഒരുപോലെയല്ല. വളരെ നല്ല രീതിയിൽ, വളരെ കെയറിങ് ആയിട്ട് സ്നേഹത്തോടെ ചുറ്റിപ്പിടിച്ച് കുട്ടികളെ കൊണ്ടു നടക്കുന്ന ഒരുപിടി നല്ല അധ്യാപകര് ആ പ്രസന്റേഷൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 10 വർഷമായിട്ട് ആ സ്കൂളിൽ നമ്മൾ തുടർന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതേസമയം വേണ്ടത്ര വിജ്ഞാനം പോലും ഇല്ലാത്ത, അതേപോലെ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളെ വളരെ വളരെ മോശമായ രീതിയിൽ ടോർച്ചർ ചെയ്യുന്ന അധ്യാപകരും പ്രസന്റേഷൻ സ്കൂളിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. ഈ അധ്യാപിക അതിന് കാരണക്കാരിയായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടതുമാണ്. 3 പേരാണല്ലേ, 3 ആളും പ്രസന്റേഷൻ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ TC മേടിക്കാൻ വേണ്ടി സ്കൂളിൽ പോയി. ഈ കാരണം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം ഇന്ന് സ്കൂള് അവിടെ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് TC മേടിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പാതാക്കര സ്കൂളിലേക്കാണ് മാറ്റിയത്. കാരണം ഇതേ അനുഭവം തന്നെയാണ് എൻ്റെ മക്കൾക്കുണ്ടായത്. കാരണം 3 മക്കളാണ് അവിടെ പഠിക്കുന്നത്. മുന്നേ ഇതേമാതിരി തന്നെയാണ് ഈ മോറൽ സയൻസിന്റെ, അതായത് MS അറിയുന്ന മോറൽ സയൻസ് സബ്ജക്റ്റ് ഉണ്ട്. അതില് റീടെസ്റ്റ് വേണം പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ മോള് പാസ് ആണെന്നോ ഫെയിലും ആണെന്നും പറഞ്ഞില്ല. അവര് പറഞ്ഞു പാസ് ആയിക്കണു, എന്നാലും ഒരു ടെസ്റ്റ് എഴുതാനാണ്, കുറെ കുട്ടികളുണ്ട് പറഞ്ഞിട്ട് ഇതാക്കി. അതിൽ അവസാനം പിന്നെ പറഞ്ഞു അത് എങ്ങനെയാണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നോക്കട്ടെ പറഞ്ഞിട്ട് വീണ്ടാമതും അവർ വിളിച്ചിട്ട് പറഞ്ഞു മോൾക്കല്ല, അത് വേറെ ഏതൊരു കുട്ടിക്കാണ് റീടെസ്റ്റ് പറഞ്ഞു. പിന്നെ വീണ്ടാമത് ഈവനിങ് വിളിച്ചിട്ട് പറഞ്ഞു ഹെഡ്മിസ് ടീച്ചറെ വിളിച്ച ഹെഡ്മിസ് പറഞ്ഞു റീടെസ്റ്റ് എഴുതണം പറഞ്ഞിട്ട് അങ്ങനെ മോറല് എഴുതി. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എക്സാം കഴിഞ്ഞത്, ശരിക്കും ഈ എക്സാം കഴിഞ്ഞത് റിസൾട്ട് ഒരു ജനുവരി 2-നാണ് എക്സാം കഴിഞ്ഞത്. റിസൾട്ട് വന്നത് ഇപ്പോഴാണ് അവർ പറഞ്ഞത്. അതില് അവർ പറഞ്ഞത് കാര്യം ഇത് കാരണം കുറെ കുട്ടികൾ എക്സാം എഴുതുന്നുണ്ട്, ആ കൂട്ടത്തിൽ എഴുതിപ്പിക്കാണ് പറഞ്ഞിട്ട് ഇതാക്കി. പക്ഷെ ഞാൻ എന്നിട്ട് മോളോട് പറഞ്ഞ എഴുതിക്കോളൂ കുഴപ്പമില്ല പറഞ്ഞിട്ട് എഴുതി, ഒന്നും പഠിക്കാതെ മോള് പോയത്. എന്നിട്ട് മോൾക്ക് 80% മാർക്കാണ് ഈ MS ഉണ്ടായത്. അപ്പോൾ ഞാൻ അതന്നെ പറയാം, ഈ കുട്ടികളെ ഒരു അവസ്ഥയാണ്. കാരണം ഇത്രയും വെക്കേഷൻ ടൈമിലടക്കം ഇവര് അവിടെ ഈ 5ാം ക്ലാസ് കുട്ടികൾക്കൊക്കെ എക്സാമും കാര്യങ്ങളും നടത്തുക. പിന്നെ പോരാത്തിന് പറഞ്ഞു കഴിഞ്ഞാലും ആ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞാൽ ആർക്ക് പോയി കഴിഞ്ഞാലും ഒരു 8:50 9 o'clock ആകുമ്പോൾ അസംബ്ലി പ്രയർ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുട്ടി എവിടെയാണോ നിൽക്കുന്നത് അവിടെ സ്റ്റാൻഡായിട്ട് നിൽക്കുകയാണ് ചെയ്യുക. അത് എത്രയാണ് ആ പ്രയർ കഴിയണു ആ ടൈം വരെ. അങ്ങനെ പല കുട്ടികൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടാണ്, അനുഭവം കൊണ്ട് കണ്ടാണ്. കുട്ടികൾ തല മിഞ്ഞിട്ട് വീണിട്ട് അവിടുത്തെ
ആയമാര് അവരെ കൊണ്ടുപോകുന്ന ഒരു സ്റ്റാഫ് റൂം കൊണ്ടുപോകും ചെയ്യണത്. പിന്നെ സിസ്റ്റർ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ അഡ്മിസ്, പണ്ടത്തെ അഡ്മിസ് നമ്മൾ പറയില്ല, കാരണം പണ്ടത്തെ ഒരു അഡ്മിസ് ഒക്കെ നല്ലൊരു ഒരു സിസ്റ്റർ ആയിരുന്നു. ഇപ്പോഴത്തെ അഡ്മിസ് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ടിവിന്റെ അസുഖം ഉണ്ടായപ്പോൾ ഞാനൊരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ അപ്പോയിന്റ്മെന്റ് ചോദിച്ചപ്പോൾ ഈവനിങ് ആയിരുന്നു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. അത് ചോദിച്ചപ്പോൾ എന്താണ് സിസ്റ്റർ എടുത്ത വൈക്ക് മോർണിംഗ് എന്നോട് പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങളെ കുട്ടീനെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ അത്ര ഒരു ഉത്തരവാദിത്തം മാത്രമാണ് ശരിക്കും ഈ സ്കൂളിൽ ഇല്ലത്. കാരണം പല കാര്യങ്ങളും പല വീഴ്ചകളുമാണ് അവർക്ക് പറ്റിയിരിക്കുന്നത്. അപ്പോ എന്താ പറയുക, ഇതിപ്പോ പറയുകയാണെന്ന് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇന്നിപ്പോ ഇന്നലെ ഈ റിപ്പോർട്ട് കിട്ടിയപ്പോ എന്റെ വൈഫ് എന്ത് കാട്ടി, ഗ്രൂപ്പിലിട്ടു, സ്കൂൾ ഗ്രൂപ്പിലിട്ടപ്പോ അവരത് ആ മിനിറ്റ് തന്നെ അത് അഡ്മിൻ ഓൺലി ആക്കുകയും ചെയ്തു. പിന്നെ അതേമാതിരി അവർ പറഞ്ഞു ഇങ്ങനത്തെ മെസ്സേജ് ഇടാൻ പാടില്ല പറഞ്ഞിട്ട് അങ്ങനെ ഇടും ചെയ്തു. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. വിദ്യാർത്ഥി സംഘടനകളെല്ലാം വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾ ഈ ഒരു സമരം ഏറ്റെടുക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുമായിക്കൊണ്ട് രക്ഷിതാക്കൾ സ്കൂളിനെതിരെ രംഗത്ത് വരികയാണ്. തേജസിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്നുമാണ് ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ ചാനൽ 10 പറഞ്ഞിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇവരെല്ലാവരും ഒരേ മനസ്സോട് കൂടെ തീരുമാനിച്ചിട്ടുള്ളത്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. പതിവ് പോലെ ഇന്നും പോയി സാറിന്റെ ശബ്ദം. സാറ് ആശുപത്രി വരെ തൊണ്ട ഒന്ന് ശരിയാക്കിട്ട് പോ, എന്നിട്ട് പോരെ തൊണ്ടി മുതൽ. ശബ്ദം തിരിച്ചു പിടിക്കാം, ഒപ്പം ആത്മവിശ്വാസവും. അസന്റ് ENT ഹോസ്പിറ്റൽ,